കരുവന്നൂർ ബാങ്കിൽ വീണ്ടും ഇഡിയുടെ പരിശോധന. അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധന. ബാങ്കിന്റെ പരിധിക്ക് പുറത്തുള്ളവരുടെ ലോൺ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ കരുവന്നൂർ കേസിലെ ഇഡി അന്വേഷണം എങ്ങും എത്തുന്നില്ല, അത് നിലച്ചു എന്നൊക്കെയുള്ള വിമർശനം ഉയരുമ്പോഴാണ് ഇഡി വീണ്ടും അവിടെ ഒരു പരിശോധന നടത്തുന്നത്. എന്താണ് ഇഡിയുടെ നീക്കം? വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ബാങ്കിൽ നിന്ന് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട്? വിജയകുമാർ, ഇന്നത്തെ ഇഡിയുടെ പരിശോധന എന്ന് പറയുന്നത് ഈ ബാങ്കിന്റെ പരിധിക്ക് പുറത്തുള്ള ആളുകൾക്ക് ഈ ബാങ്കിൽ നിന്ന് നേരത്തെ വായ്പ നൽകിയതാണ്. അതിൽ വലിയ തുകകളാണ് പലർക്കും നൽകിയിരിക്കുന്നത്. 50 ലക്ഷം അടക്കമുള്ള തുകകൾ ആണ് പലർക്കും നൽകിയിരിക്കുന്നത്. ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇഡിയുടെ കൊച്ചി യൂണിറ്റ് ഈ കരുവന്നൂർ ബാങ്കിലെത്തി പരിശോധന നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ പ്രാഥമികമായ ഈ ലോൺ സംബന്ധമായ പ്രാഥമികമായ വിവരങ്ങൾ ഇഡി ശേഖരിക്കുകയും ചെയ്തു. ഇതിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ സ്ഥലപരിമിതിക്ക് പുറത്തു നിന്ന് ഉള്ളവർക്ക് ലോൺ കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്ന നടപടിയിലേക്കാണ് ഇഡി കടക്കുന്നത്. അവർക്ക് നോട്ടീസ് നൽകും. അതിന്റെ ഭാഗമായ ഉള്ള വിവരശേഖരണമാണ് ഇപ്പോൾ നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്രയും നാളത്തെ ഇഡി ഇടപെടലിനെ ഈ സഹകരണ ബാങ്ക് ഒരിക്കൽ പോലും സ്വാഗതം ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഇഡി നടപടി അംഗീകരിക്കാൻ കഴിയുന്നതാണ്. കാരണം ഈ ബാങ്കിനെ സംബന്ധിച്ച് ഒരു തരത്തിലും തിരിച്ചു കിട്ടാത്ത തുകയാണ്. ഈ തിരിച്ചു കിട്ടാത്ത ലോൺ അടയ്ക്കാത്ത ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇഡി കടന്നിരിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് ആശ്വാസകരമാണെന്ന് ബാങ്ക് അധികൃതരും പറയുന്നുണ്ട്. എന്തായാലും വിവരശേഖരണം പൂർത്തിയാക്കി നിലവിലെ ഇഡി സംഘം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, കരുവന്നൂർ ബാങ്ക് അതിന്റെ പരിധിക്ക് പുറത്തുള്ളവർക്ക് ലോൺ നൽകിയതിന്റെ വിവരങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. ഇഡി അത് ശേഖരിച്ചു മടങ്ങുകയും വിവരശേഖരണം പൂർത്തിയാക്കി ഇഡി സംഘം മടങ്ങി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.